ഹായ്, ഏവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ പോഷൻ മായുമായി ബന്ധപ്പെട്ട ഓൺലൈൻ പോസ്റ്റർ ക്യാമ്പയിനായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. നമുക്കറിയാം, നമ്മൾ ഓണത്തിൻ്റെ ഈ ഒരു അവസരത്തിൽ അല്ലെങ്കിൽ ഓണമായി ബന്ധപ്പെട്ട ഈ ദിവസങ്ങളിൽ നമുക്ക് അംഗനവാടികൾ വരാത്തതിനാൽ നമ്മൾ പോസ്റ്റർ ക്യാമ്പയിനുകളാണ് സംഘടിപ്പിക്കുന്നത്. നമുക്ക് വന്നിരിക്കുന്ന ഓർഡറിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഓണത്തിൻ്റെ ആ ദിവസങ്ങളിൽ ഓൺലൈൻ വഴിക്കുള്ള പോസ്റ്റർ ക്യാമ്പയിൻ നടത്താനായിട്ട്. അപ്പോൾ നമുക്ക് ഓൺലൈൻ പോസ്റ്റർ ക്യാമ്പയിൻ എന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മുടെ മൊബൈൽ ഫോൺ മാത്രം യൂസ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമാണ്. മനസ്സിലായി? അല്ലാണ്ട് അംഗനവാടി പോവുകയോ മറ്റു ആക്ടിവിറ്റീസൊന്നും ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൺലൈൻ വഴിയുള്ള പോസ്റ്ററുകൾ പ്രചരിപ്പിക്കാം. അപ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് സൈഡിൽ നമ്മൾ ഒരുപാട് പോസ്റ്റർ നമുക്ക് കിട്ടിയത് നമ്മൾ ഷെയർ ചെയ്ത് തരുന്നുണ്ട്. ഇനിയും ഒരുപാട് ഷെയർ ചെയ്ത് തരും. അതുപോലെ ഇതിൻ്റെ എന്താ പറയുക, നമ്മുടെ ഒരു ന്യൂട്രീഷൻ്റെ ഗുണം അല്ലെങ്കിൽ ഈ പോഷക ഗുണമുള്ള ആഹാരത്തിന് പ്രാധാന്യം ഉളവാക്കുന്ന രീതിയിലുള്ള പോസ്റ്ററുകൾ നമ്മൾ ബെനിഫിഷ്യറീസിന് അയച്ചു കൊടുക്കുകയും നിങ്ങളും അംഗനവാടി വർക്കേഴ്സും ടീച്ചർമാരും അതുപോലെ ബെനിഫിഷ്യറീസും എല്ലാവരും മാക്സിമം ആളുകളിലേക്ക് ഈ ഒരു പോസ്റ്ററുകൾ എത്തിച്ചും അവർക്ക് ഇതിനെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കും വേണം. അപ്പോൾ നമുക്കതിൽ ഓൺലൈൻ പോസ്റ്റർ ക്യാമ്പയിൻ എങ്ങനെയൊക്കെ ചെയ്യണം, ആ പോസ്റ്റർ ക്യാമ്പയിൻ നടത്തുന്ന സമയത്ത് അതെങ്ങനെ ജനാന്തോളനിൽ എൻ്റർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ 1-2 പോസ്റ്ററുകൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓൺലൈൻ പോസ്റ്റർ ക്യാമ്പയിൻ നമ്മൾ ചെയ്യുന്നത് സെപ്റ്റംബർ 14 തൊട്ട് 16 വരെ. മനസ്സിലായോ? 14 തൊട്ട് 16 വരെയാണ് നമ്മൾ ഓൺലൈൻ പോസ്റ്റർ ക്യാമ്പയിൻ ചെയ്യണത്. അപ്പോൾ അത് നമ്മൾ പോഷൻ മായി 2024 ഭാഗമായിട്ട് സെപ്റ്റംബർ 14 തൊട്ട് 16 വരെ അംഗനവാടി തലത്തിൽ ഓൺലൈൻ പോസ്റ്റർ ക്യാമ്പയിൻ നടത്തണം. അതിൽ അംഗനവാടി ടീച്ചർമാർ, നമുക്കറിയാം വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ, അങ്ങനെ ഒരുപാട് സോഷ്യൽ മീഡിയ സൈറ്റ്സ് ഉണ്ട്. പലരും പല സോഷ്യൽ മീഡിയ സൈറ്റ് ഉപയോഗിക്കുന്നതായിരിക്കാം. അപ്പോൾ അതുവഴി പോഷന്മാർ പ്രവർത്തനങ്ങളും പോഷകാഹാരത്തിൻ്റെ ഗുണങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുക. ബെനിഫിഷ്യറിക്ക് പോസ്റ്ററുകൾ അയക്കുക, അവരുടെ ഓൺലൈൻ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കാൻ പറയുക. അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് അവരോട് അയക്കാൻ പറയുക, ഓൺലൈൻ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്നതിൻ്റെ. അതിനുശേഷം അത് ഓരോ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യുക, ജനാന്തോളനിൽ ചേർക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ജനാന്തോളനിൽ ചേർക്കേണ്ടത്, അതിൻ്റെ തീം എന്താണ്, ആക്ടിവിറ്റി എന്താണെന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പ്രവർത്തനങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ കുറച്ച് നിങ്ങൾക്ക് ഈ പറഞ്ഞ ഓൺലൈൻ പോസ്റ്ററുകളുടെ മോഡൽസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളതെല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. നിങ്ങളത് ബെനിഫിഷ്യറീസിന് അയക്കും വേണം. അപ്പോൾ ആ കുറച്ച് മോഡൽ കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇത് നമ്മുടെ ഒരു ഓൺലൈൻ പ്രചാരണത്തിന് വേണ്ടിയുള്ള പോസ്റ്ററാണ്. അതിൽ മുട്ട എന്താണെന്നും അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്നൊക്കെ ഇതിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ബെനിഫിഷ്യറി കാണുമ്പോൾ അല്ലെങ്കിൽ ബെനിഫിഷ്യറി വഴി മറ്റുള്ളവർ കാണുമ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കണ്ട, ചെറുപയറിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, മാംസ്യത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, കണ്ട അതിന് താഴെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് എന്താണ് അതിൻ്റെ ബെനിഫിറ്റ് എന്നുള്ളത്, നട്ട്സിൻ്റെ ബെനിഫിറ്റ് എന്താണ്, കണ്ട ഈ ഭക്ഷണം കുട്ടികൾ പ്രിപ്പയർ ആക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഇനിയും ഒരുപാട് പോസ്റ്ററുകളാണ്. ഞാൻ കുറച്ച് മോഡൽ ഈ പോസ്റ്റർ കണ്ടില്ലേ നിങ്ങൾ, വിറ്റാമിനുകൾ പ്രാധാന്യം കാണിക്കുന്ന പോസ്റ്റർ, മാതള നാരങ്ങ, അതുപോലെ മാമ്പഴം കഴിക്കുമ്പോൾ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ ചീര കഴിക്കുമ്പോൾ ഗുണങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ കുറച്ചുകൂടി പോസ്റ്ററുകൾ, ഇതൊക്കെ നിങ്ങൾക്ക് നമ്മൾ ഷെയർ ചെയ്ത് തരും കേട്ടോ. ഈ പോസ്റ്ററുകളെല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. കുറേയൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതൊക്കെ മാക്സിമം സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കണം. ടീച്ചർമാരും ചെയ്യണം, ബെനിഫിഷ്യറീസിന് അയച്ചു കൊടുത്ത് അവരോടും ചെയ്യാൻ പറയണം. എന്നിട്ട് അത് അവരോട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് അയച്ചു തരാനായിട്ട് പറയാം. ഇനി നമുക്കിതെങ്ങനെയാണ് നമ്മുടെ ജനാന്തോളം ഡാഷ്ബോർഡിൽ ഇതെങ്ങനെ എൻ്റർ ചെയ്യും, ഈ ഓൺലൈൻ പോസ്റ്റർ ക്യാമ്പയിൻ ജനാന്തോളിൽ എങ്ങനെ എൻ്റർ ചെയ്യുന്നുള്ളത് നമുക്ക് കാണിച്ചു തരാം. അതിന് വേണ്ടി നിങ്ങൾ ജനാന്തോളിൻ്റെ സൈറ്റിൽ കയറാം. എന്നിട്ട് നമ്മൾ അവിടെ നിങ്ങൾ ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡാറ്റ എൻട്രിയിൽ പോവുക. അവിടെ നിങ്ങൾ നോർമലി ചെയ്യണ പോലെ യൂസർ നെയിം പാസ്വേഡ് അടിക്കുക, ലോഗിൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് അവിടെ തീം സെലക്ട് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം, ഇവിടെ നമ്മൾ ഒരു പ്രൊമോഷനാണ് അവിടെ ചെയ്യണത്, അല്ലെങ്കിൽ എന്താ പറയുക, അവെയർനെസ്സാണ്. സോഷ്യൽ മീഡിയ വഴിയുള്ളൊരു അവെയർനെസ്സാണ് നമ്മൾ മെയിനായിട്ട് ഇവിടെ ചെയ്യണത്. അപ്പോൾ നമുക്ക് തീം എടുക്കുമ്പോൾ അവെയർനെസ് ഏരിയാസ് ഇൻഫ്ലുവൻസ് ഇൻ ന്യൂട്രീഷൻ, കണ്ട, അതായത് ഏരിയാസ് ഇൻഫ്ലുവൻസ് ഇൻ ന്യൂട്രീഷൻ എന്നൊരു സെക്ഷൻ നിങ്ങൾക്ക് കാണാം. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ അംഗനവാടി സെലക്ട് ചെയ്യുക. അതിനുശേഷം ആക്ടിവിറ്റി എടുക്കാം. അപ്പോൾ ആക്ടിവിറ്റി എടുക്കുമ്പോൾ ഒരുപാട് ആക്ടിവിറ്റീസ് നെയിം ഇതിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ വഴിക്ക് പ്രചരിപ്പിക്കുമ്പോൾ നമുക്ക് എന്താണ് നമ്മൾ യഥാർത്ഥത്തിൽ അവിടെ ഒരു ഇതിനെക്കുറിച്ചുള്ള അവെയർനെസ്സാണ് അല്ലെങ്കിൽ ബോധ്യമാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത്, അറിയാത്തവർക്കായിട്ട് ഗുണങ്ങളൊക്കെ. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കിയാൽ ലോക്കൽ ഡയറ്ററി പ്രാക്ടീസസ് അവെയർനെസ് ക്യാമ്പ് ഓൺ ഹെൽത്തി ഡയറ്ററി പ്രാക്ടീസസ്, മനസ്സിലായ, റീജിയണൽ ആൻഡ് സീസണൽ. അപ്പോൾ അത് നമുക്ക് ആ ആക്ടിവിറ്റി ആയിട്ട് കൊടുക്കാം. ലോക്കൽ ഡയറ്ററി പ്രാക്ടീസസ് ആണ് അവെയർനെസ് ക്യാമ്പ് ഓൺ ഹെൽത്തി ഡയറ്ററി ഇത് നമുക്ക് എന്ത് ചെയ്യാം, ആക്ടിവിറ്റി ആയിട്ട് നിങ്ങൾക്ക് കാണിക്കാം. അതിന് മുകളിൽ കണ്ട ലോക്കൽ ഡയറ്ററി പ്രാക്ടീസസ് പ്രൊമോഷൻ അവെയർനെസ് ഓഫ് ട്രഡീഷണൽ ഫുഡ് ആണല്ലോ, മില്ലറ്റ് ബേസ്ഡ് റെസിപ്പീസ്, ഇതും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു അവെയർനെസ് ആയിട്ട് കാണിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ മുകളിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും
ഇതും നിങ്ങൾക്ക് ഇതിനകത്ത് കാണിക്കാൻ പറ്റുന്നൊരു ആക്ടിവിറ്റിയാണ്. മനസ്സിലായോ? അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇപ്പം ഞാനൊരു 3 കാണിച്ചു തന്നു. നിങ്ങൾക്ക് 5 ആക്ടിവിറ്റി വരെ ഒരു ദിവസം ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ നിന്നും കൂടുതൽ ഒപ്റ്റായിട്ടുള്ള ആക്ടിവിറ്റീസ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. സെലക്ട് ചെയ്യുക, ഫ്രം ഡേറ്റ് അടിക്കുക, ടു ഡേറ്റ് അടിക്കുക, അതിനുശേഷം നിങ്ങൾ അവിടെ എണ്ണം കാണിക്കുക. എല്ലാ സെക്ഷനും ഫില്ല് ചെയ്യുക. അതിനുശേഷം നിങ്ങളവിടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. ദെൻ ഡിസ്ക്രിപ്ഷൻ അടിക്കുക. ഓക്കെ, ദെൻ നിങ്ങൾ സബ്മിറ്റ് കൊടുക്കുക. സക്സസ്ഫുള്ളി സബ്മിറ്റഡ്. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, 14-ാം തീയതി തൊട്ട് 16-ാം തീയതി ഉള്ള ദിവസങ്ങളിൽ നിങ്ങളിതുപോലെ ഓരോ ദിവസമായിട്ട് എന്ത് ചെയ്യുക, ഈ ആക്ടിവിറ്റീസ് ഇതുപോലെ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ പ്രൊമോഷൻ പോസ്റ്റർ ക്യാമ്പയിൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന കേസാണ്. നമുക്ക് വേറെ ഒരിടത്തിലും പോകേണ്ട. ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റത്തെ കാര്യം നിങ്ങൾക്ക് വരുന്നുള്ളൂ. അപ്പോൾ ഇതെല്ലാവരും ചെയ്തിട്ട് ഇത് എൻ്റർ ചെയ്യാനായിട്ട് വിട്ടു പോകാതെ ചെയ്യും, കറക്റ്റായിട്ട് ചെയ്യും വേണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ ലൈക്ക് ചെയ്യാത്തവരോ ഉണ്ടെങ്കിൽ ചെയ്ത് വെക്കുക. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി കൂടുതൽ വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ ഈസി ആയിട്ട് നോട്ടിഫിക്കേഷൻ വന്ന് കാണാനായിട്ട് പറ്റും. ഓക്കെ, താങ്ക് യു.